നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആനയെ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവ്. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും ജോലിയും തള്ളി. മൃതദേഹവുമായി പ്രതിഷേധം തുടരുന്നു. പൗരത്വ നിയമ ഭേദഗതി ഉടൻ നടപ്പാക്കും. അയോധ്യ പ്രാണപ്രതിഷ്ഠ വികസിത രാജ്യത്തിലേക്കുള്ള തുടക്കമെന്ന് അമിത് ഷാ. വ്യക്തമായ കണക്ക് ബാങ്ക് ഇടപാട്. എക്സാലോജിക് വിവാദത്തെ ന്യായീകരിച്ച് CPM രേഖ. PSC പരീക്ഷ എഴുതി ജോലിക്ക് കയറുന്ന കാലം കഴിഞ്ഞു. മീൻ കച്ചവടം അഭിമാനമുള്ള ജോലിയെന്ന് മന്ത്രി സജി ചെറിയാൻ. വാർത്തകൾ വിശദമായി. വയനാട് മാനന്തവാടി പടമലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളെ ചവിട്ടിക്കൊന്ന ആനയെ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവിറക്കി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റേതാണ് ഉത്തരവ്. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് വിടാനാണ് ഉത്തരവിലുള്ളത്. ഉത്തരവിറക്കുന്നതിന് മുന്നോടിയായി വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മുത്തങ്ങയിൽ നിന്നും 2 കുംകിയാനകളെ പടമലയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പടമല സ്വദേശി അജീഷാണ് രാവിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാവിലെ വീടിന്റെ മതിൽ തകർത്തെത്തിയ കാട്ടാന ഭയന്നോടിയ അജീഷിനെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു. കർണാടക വനംവകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട ആനയാണ് ആക്രമണം നടത്തിയത്. മാനന്തവാടി നഗരസഭയിൽ 4 താലൂക്കുകളിൽ നിരോധാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാട്ടുകാർ മൃതദേഹവുമായി സബ് കളക്ടർ ഓഫീസിനു മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. കാട്ടാന ജനവാസ മേഖലയ്ക്ക് അടുത്തെത്തിയിട്ടും നടപടിയെടുക്കാത്ത വനംവകുപ്പിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും ഉടൻ നൽകാമെന്ന്, മരിച്ച അജിയുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകാമെന്നും കളക്ടറുടെ നിർദ്ദേശം ചർച്ചയ്ക്ക് എത്തിയവർ തള്ളി. ആനയുടെ സാന്നിധ്യം 2 ദിവസം മുമ്പ് തന്നെ വനംവകുപ്പ് വിശദീകരിച്ചിരുന്നു. എങ്കിലും നടപടികൾ എടുത്തിരുന്നില്ല. പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്ത്. പൗരത്വ നിയമ ഭേദഗതി ഉടൻ നടപ്പാക്കുമെന്ന് അമിത് ഷാ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിജ്ഞാനബാനം ഇറക്കുന്നതിൽ ആർക്കും സംശയം വേണ്ട. BJP ഒറ്റയ്ക്ക് 370 സീറ്റ് നേടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ലോക്സഭയിൽ അയോധ്യയെക്കുറിച്ചുള്ള ചർച്ചയിൽ സംസാരിച്ച അദ്ദേഹം പ്രാണപ്രതിഷ്ഠ വികസിത രാജ്യത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമെന്ന് പറഞ്ഞു. 140 കോടി ജനങ്ങളിലെ രാമഭക്തർക്കും പ്രാണപ്രതിഷ്ഠ അപൂർവ അനുഭവമാണ്. വർഷങ്ങൾ കോടതി വ്യവഹാരത്തിൽ കുടുങ്ങിക്കിടന്ന സ്വപ്നം മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കി. ജനുവരി 22 പ്രാണപ്രതിഷ്ഠ നൂറ്റാണ്ടുകൾ ഓർമ്മിക്കും. രാമനെ ഒഴിവാക്കി രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ അടിമത്തത്തിന്റെ പ്രതിനിധികളാണ്. അവർക്ക് ഇനിയും രാജ്യത്തെ മനസ്സിലായിട്ടില്ല. 1528 തുടങ്ങിയ പോരാട്ടമാണ് ജനുവരി 22 പൂർത്തിയായത്. ഇത് നൂറ്റാണ്ടുകൾ ഓർമ്മിക്കപ്പെടും. പ്രാണപ്രതിഷ്ഠയെ എതിർക്കുന്നവർ സുപ്രീം കോടതിയെ വിധി അംഗീകരിക്കുമോ എന്ന് ഇനിയെങ്കിലും വ്യക്തമാക്കണം. ലോകത്ത് ഒരിടത്തും ഒരു രാജ്യത്തും ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസം സംരക്ഷിക്കാൻ ഇത്രയും നീണ്ട നിയമ പോരാട്ടം നടത്തിയിട്ടില്ല. രാമക്ഷേത്ര യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ രാജ്യം പുതിയ യുഗത്തിലേക്ക് കടന്നു. 2024 മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. എക്സാലോജിക് വിവാദം മുഖ്യമന്ത്രിയെ തേജാവധം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതെന്ന് വിശദീകരിച്ച് CPM. വീണ വിജയനും കമ്പനിക്കുമെതിരായ കേസിൽ രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്ന് വിശദീകരണം അടക്കം ഉൾപ്പെടുത്തിയ രേഖ നിയോജക മണ്ഡല തലത്തിൽ നടക്കുന്ന ശില്പശാലകളിൽ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കമ്പനിയുടെ വാദം പോലും കേൾക്കാതെയാണ് എതിർ പ്രചരണമെന്നാണ് CPM നിലപാട്. മാസപ്പടി ആരോപണം ഉയർന്ന അന്ന് മുതൽ വീണയ്ക്കും എക്സാലോജിക്കിനും CPM നൽകുന്നത് സമാനതകളില്ലാത്ത പിന്തുണയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കി വരെ ന്യായീകരിച്ചു. ശേഷം നടപടി SFIയോടെ അന്വേഷണം വരെ എത്തിയിട്ടും പാർട്ടി വക അടിയുറച്ച പിന്തുണ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പാർട്ടി ഘടകങ്ങളെ സജ്ജമാക്കാൻ നിയോജക മണ്ഡലത്തിൽ അടിസ്ഥാനത്തിൽ നടത്തുന്ന ശില്പശാലകളിൽ അച്ചടിച്ചിറക്കിയ കുറിപ്പാണിതെന്നും നേതാക്കളുടെ വിശദീകരണം. രാഷ്ട്രീയ നിലപാടുകളും നയസമീപനങ്ങളും വ്യക്തമാക്കുന്ന രേഖയിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്ന തലക്കെട്ടിന് താഴെയാണ് എക്സാലോജിക് ഇടപാടിനെ കുറിച്ച് വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു. വ്യക്തമായ കണക്കുകളോടെ ബാങ്ക് വഴി നടത്തിയ ഇടപാടുകൾ പോലും വക്രീകരിക്കുന്നു എന്നാണ് CPM ആരോപിക്കുന്നത്. കമ്പനിക്ക് പോലും പരാതിയില്ലെന്നും വാദം കേൾക്കാതെയാണ് വിവാദം ഉയർത്തിവിടുന്നതെന്നും കൂടി CPM വിശദീകരിക്കുന്നുണ്ട്. PSC പരീക്ഷ എഴുതി എങ്ങനെയെങ്കിലും ജോലിക്ക് കയറണമെന്നാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കരുതുന്നതെന്നും ആ കാലം കഴിഞ്ഞുവെന്നും മന്ത്രി സജി ചെറിയാൻ. മീൻ കച്ചവടം അഭിമാനമുള്ള ജോലിയാണെന്നും അതിന്റെ പേരിൽ ആർക്കും പെണ്ണിനെയോ ചെറുക്കനെയോ കിട്ടാതിരിക്കില്ല എന്നും ഫിഷറീസ് വകുപ്പ് മന്ത്രി കൂടിയായ സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. പ്രതിസന്ധികളെ അതിജീവിക്കുന്നവർ മാത്രമാണ് വിജയിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. എങ്ങനെയെങ്കിലും സർക്കാർ ഉദ്യോഗം ലഭിക്കണം. തിരക്കേടില്ലാതെ പെൻഷനൊക്കെ വാങ്ങി മരിച്ചു പോകണം. ജോലി ചെയ്യാതെ ശമ്പളം കിട്ടുമെന്ന ചിന്തയുടെ ബലമാണിത്.
മന്ത്രിയായതിനു ശേഷം ഒരിക്കൽ സഹകരണ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിൽ പരിശോധനയ്ക്ക് പോയി. 10:30 ഓഫീസിലെത്തിയത്. പക്ഷെ അപ്പോഴും 50% ആളുകളില്ല. ജനങ്ങളുടെ നികുതി പണത്തിന് അവരോട് ചില ഉത്തരവാദിത്തമുണ്ടെന്നും സർക്കാർ ഉദ്യോഗസ്ഥർ അത് മറക്കരുതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു.